is Jasina from MS Solutions. Yes. എടാ മക്കളെ, നമ്മുടെ എക്സാം ഇതേ നാളെ നമ്മുടെ എക്സാം ആണല്ലേ. അപ്പൊ എല്ലാവരും അതിൻ്റെതായിട്ടുള്ള ടെൻഷനിലൊക്കെയാണ് ഇരിക്കുന്നത്. സോ അതിലേക്ക് ഇതേ മിസ് ഒരു കാര്യം പറയട്ടെടാ. നമുക്ക് നാളെ വരാൻ പോകുന്ന ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് ആ മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആവില്ലേ. സോ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇതേ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. നിങ്ങൾക്ക് ഇത് നാളത്തെ എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ക്വസ്റ്റ്യൻ, അതായത് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാന്നൊക്കെ നിങ്ങൾക്കറിയാലോ. ഓരോ ചാപ്റ്ററിന് ഓരോ പാരഗ്രാഫ് തരും, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, അങ്ങനെയാണ് വരാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. യെസ്, അപ്പൊ ശ്രദ്ധിച്ചേടാ. ഫുൾ കവിത की ये पंक्तियां पढ़े. അപ്പോൾ അതായത് നമ്മുടെ ഫുൾ എന്ന് പറഞ്ഞ കവിതയിലെ ഒരു ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കോ. ലേക്കിൻ ജബ് ബच्चे ने कहा बापू मुझे फूल चाहिए. ഇതിൽ പറയുന്നുണ്ടല്ലേ കുട്ടികളോട്, എന്താ കുട്ടികൾ അച്ഛനോട് പറയുന്നുണ്ടല്ലേ, ഞങ്ങൾക്ക് പൂവ് വേണം, ഞങ്ങൾക്ക് പൂവ് എന്താന്ന് അറിയണം, പ്രകൃതിയിലെ പൂവിലെ പ്രകൃതമായ പൂവ് എന്താന്ന് അറിയണം എന്നൊക്കെ പറയുന്ന ഒരു അവസാനത്തെ ഭാഗമില്ലേടാ. യെസ്, അതാണ് പറയുന്നത്. फूलों की पहचान के लिए तो मैं चुप न रह सका, हृदय हाहाकार कर उठा, हाय मैंने क्या कर दिया कि बच्चे फूलों की पहचान से वंचित हो गया. मैंने प्लास्टिक से सारे फूल तोड़ डाले और फॉरवर्ड लेकर अपने आंगन की मिट्टी से जूझने लगा. അതായത് ആ പഴയ പ്രകൃതിദത്തമായിട്ടുള്ള പൂവൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് അവിടെ പ്ലാസ്റ്റിക്കിന്റെ പൂവ് അലങ്കരിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അത് ഭയങ്കര വിഡിതമായി പോയി എന്ന് സ്വയം ആർക്ക് തോന്നുകയാണ് അല്ലെ, അദ്ദേഹത്തിന് തോന്നുകയാണ്. അതാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം നോക്കിക്കേടാ. വഞ്ചിത് ഹോനാസെ ക്യാ താത്പര്യ ഹേ. വഞ്ചിത് ഹോന എന്ന് പറഞ്ഞ ക്യാ താത്പര്യ ഹേ എന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ താഴത്ത് ഓപ്ഷൻസ് തന്നിട്ടുണ്ടല്ലേ. എന്താണ്? ഖുഷി ഹോന, ഗുസ്സ ഹോന, സംഘർഷ് ഹോന, അലഗ് ഹോന അല്ലെ. ആൻസർ ഏതാണ് വരുന്നത്? യെസ്, അലഗ് ഹോന. ഓക്കെ, അടുത്തത് ബच्चे फूलों की पहचान से वंचित हो गए. കുട്ടികൾ പൂവ് എന്താന്ന് അറിയുന്നതിനും വഞ്ചിക്കപ്പെട്ടു. ക്യോ, എന്തുകൊണ്ടാണ്? ആൻസർ നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെ. അതായത് നോക്കിക്കേ. യെസ്, बच्चे फूलों की पहचान से वंचित हो गए. കാരണം എന്താണ് അല്ലേ, നോക്കിക്കേ. പ്ലാസ്റ്റിക് സാരെ ഫുൾ എന്താണ്, मैं क्या कर दिया कि बच्चे फूलों की पहचान वंचित हो गए. അതായത് പ്രകൃതിദത്തമായിട്ടുള്ള പൂവൊക്കെ വലിച്ചെറിഞ്ഞിട്ട് മൂപ്പർ എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് സജാത്തിൽ, അതായത് പ്ലാസ്റ്റിക് പൂ കൊണ്ട് വീട് അലങ്കരിച്ചു. അപ്പൊ ആ പൂക്കൾക്ക് പ്രത്യേകം എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, അത് വിടരുന്നില്ല, വാടുന്നില്ല, ഒന്നുമില്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം പ്രകൃതിദത്തമായിട്ടുള്ള പൂക്കൾ വലിച്ചെറിഞ്ഞിട്ട് ആ പ്ലാസ്റ്റിക് പൂക്കൾ അവിടെ അലങ്കരിച്ചത് കൊണ്ടാണ് കുട്ടികൾക്ക് പൂവ് എന്താണെന്ന് അറിയുന്നതിൽ നിന്നും വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേടാ. പ്രകൃതി കാ കരോ സമ്മാൻ യഹി ഹേ ജീവൻ കാ മാൻ സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ കരെ അല്ലെ. പ്രകൃതിയുടെ പ്രാധാന്യത്തെ കുറിച്ച്, അത് നമുക്ക് നൽകുന്ന കാര്യങ്ങളെ കുറിച്ച് അപ്പൊ ഒരു ബോക്സ് വരയ്ക്കുന്നു. എന്താണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ? നമ്മുടെ ജീവനാണ്. അതായത് പ്രകൃതി ഇല്ലാതെ എന്താണ് നമുക്കൊരു അസ്തിത്വം ഇല്ല എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പോസ്റ്റർ തയ്യാറാക്കാം. ഇനി ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താം? പ്രകൃതി സേ ഹേ ഹമാര ജീവൻ അല്ലെ. പ്രകൃതി നമ്മുടെ ജീവനാണ്. ഉസ്ക സംരക്ഷൺ ഹമാര ദ്വായിത്വം. നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ എന്ത് ചെയ്യാം, ഇവിടെ പോസ്റ്ററിൽ നമുക്ക് എഴുതാം അല്ലെ. അതിനെ സംരക്ഷിക്കാൻ നമ്മളെ ദായിത്വമാണെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ആ പോസ്റ്ററിൽ എഴുതാവുന്നതാണ്. പക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ലഘുലേഖയിൽ ഒരു ചെറിയ ലേഖനമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് വെച്ച് വരാൻ പ്രകൃതി എന്താണ് നമുക്ക് നൽകുന്ന കാര്യങ്ങളെ കുറിച്ച് ചെയ്യാം. അതുപോലെ പ്രകൃതി സംരക്ഷിച്ചില്ലെങ്കിൽ എന്താണ് നമ്മുടെ ജീവൻ ആപത്താണ്. അതുപോലെ എന്താ പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് ശുദ്ധവായു, ജലം, കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഹമാര ദായിത്വ ഹേ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ കൂട്ടിച്ചേർക്കാൻ സാധിക്കും. ഈ രീതിയിലാണ് നിങ്ങൾ അതിനെ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. ജബ് ഗാന്ധിജിക്ക് ഗഡി ചോരി ചലിക. ഇത് കണ്ടപ്പോൾ നിങ്ങളൊന്ന് ഞെട്ടിയില്ലേ? ഈ ഒരു ചാപ്റ്റർ വരുമെന്നല്ലേ? യെസ്, അപ്പൊ ഈ ചാപ്റ്ററിനും വരാൻ ചാൻസ് കൂടുതലാണ്. സോ നിങ്ങൾ ടെൻഷൻ അടിക്കണം, അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഗാന്ധിജിയുടെ ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാലോ, അദ്ദേഹത്തിന്റെ വാച്ച് മിസ്സാവുകയാണ് അല്ലെ. ഒരുപാട് വർഷം മുൻപേ ഉള്ള പഴക്കമുള്ള അദ്ദേഹത്തിന്റെ വാച്ച് എന്ത് ചെയ്യാണ്? മിസ്സാവുന്ന ആ ഒരു ചാപ്റ്റർ ആണല്ലേ. അദ്ദേഹം എന്താണ് വൈസ്രോയെ കാണാൻ വരികയാണ്. ആ സമയത്താണ് ട്രെയിനിൽ വെച്ചിട്ട് വാച്ച് പോകുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് തന്ന ചോദ്യം എന്താണ്? നോക്കിക്കേ. ഗാന്ധിജി കിസ്സേ മിൽനെ ആയത്തെ. ഗാന്ധിജി ആരെ കാണാനാണ് വന്നിരിക്കുന്നത്? നമുക്കിത് നോക്കിക്കേ. ഗാന്ധിജി ബോലെ മേം ആ രഹാത്ത തോ രാസ്തേമേ. ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ രാസ്തേമേ വഴിയിൽ വെച്ച് റെയിൽ ഗാഡി മേ ട്രെയിനിൽ നിന്ന് കിസിനെ ആരോ മേരി ഗഡി ചുരാലി. എന്താണ്? എൻ്റെ വാച്ച് മോഷ്ടിച്ചു. ബഹുത്ത് പുരാനി ഗഡി തി. അത് വളരെ പഴക്കമുള്ള വാച്ചാണ്. ഓർ മുझे बहुत प्यारी थी. എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട വാച്ചാണ്. मैं उसे यहाँ
ഇസ് തരഹ് അപ്നി ധോത്തി മേ കമർ സെ ടാങ് രഖ്താ താ. അതുപോലെ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, എൻ്റെ അരക്കെട്ടിൽ ഇതുപോലെ തൂക്കിയിടാറായിരുന്നു പതിവ് എന്ന് പറയാണ്. ഓർ ജബ് ചാഹെ നികാൽ കർ ടൈം ദേഖ് ലെത്തെ താ. എപ്പോഴാണോ എനിക്ക് സമയം നോക്കണം തോന്നുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ എടുത്തിട്ട് നോക്കാറായിരുന്നു പതിവ്. ഇതാണ് നിങ്ങൾക്ക് പാരഗ്രാഫിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ഗാന്ധിജി കിസ്സെ മിൽനെ ആയത്, ഗാന്ധിജി ആരെ കാണാനാണ് വന്നിരിക്കുന്നത്? നമുക്കറിയാം ആരെയാണ്, വൈസ്രോയിയെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തത് വാക്യ പഠേം ഓർ അനുബന്ധ പ്രശ്നോക്കെ ഉത്തർ ലിഖേ. ഇവിടെ നിങ്ങൾക്ക് എന്താണ്, ഒരു ബോക്സിലാക്കിയിട്ട് ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. ആ സെന്റൻസ് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ചോദ്യം? ബഹുത്ത് പുരാനി ഘടി തി, അത് വളരെ പഴക്കം ചെന്ന വാച്ചായിരുന്നു. ഓർ മുझे ബഹുത്ത് പ്യാരി തി, എനിക്കതിന് ഒരുപാട് പ്രിയപ്പെട്ട, സ്നേഹമുള്ള, അതായത് എനിക്കത് അത്രയും പ്രിയപ്പെട്ട ഒരു സാധനമായിരുന്നു എന്നാണ് പറയുന്നത്. ചോദ്യം എന്താണ്, ഇസ് വാക്യ സെ വിശേഷൺ ശബ്ദ ढूंढ कर लीजिए. ഇതിലെ വിശേഷൺ ശബ്ദം ഏതാണ്? ഇതിൽ എന്തോന്ന്, അതായത് ഏതോ ഒരു വാക്കിനെ എന്തോ ഒന്ന് കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്താണ് നോക്കിക്കേ, ബഹുത്ത് പുരാനി ഘടി തി, വേണമെങ്കിൽ നമുക്ക് പറയാം എന്താ, ബഹുത്ത് പുരാനി ഘടി എന്ന് പറയാൻ നമുക്ക് പറയാം അതിൻ്റെ വാച്ചായിരുന്നു, എനിക്ക് പ്രിയപ്പെട്ട വാച്ചായിരുന്നു, അത് നഷ്ടപ്പെട്ടു, വെറും വാച്ച് എന്ന് പറയാം. പക്ഷെ ഇതിൽ പറയുന്നുണ്ട് എന്താ, പുരാനി ഘടി തി. ആ ഒരു ഘടി എന്ന് പറഞ്ഞാൽ വാച്ചിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? പുരാനി, ബഹുത്ത് പുരാനി, എന്താണ്, വളരെ പഴക്കം ചെന്നെന്ന് വിശേഷിപ്പിച്ചു. അത് തന്നെയാണ് ഇതിലെ വിശേഷൺ ശബ്ദം എന്ന് പറയുന്നത്. അടുത്തത് മുझे में निहित സർവനാം കോൺസാ ഹേ. ഈ മുझേയിലുള്ള സർവനാം ഏതാണ്? മേമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാമർ ഭാഗവുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ നമ്മളെ ചാനലിൽ മിസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് എടുത്ത് കാണാം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗ്രാമർ ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് കറക്കി കുത്താതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശരിയായിട്ടുള്ള ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, മേം എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഗാന്ധിജിക്ക് പ്രിയ ഘടി ചോരി ചലി ഗയി, ഇസ് പർ സമാചാർ പത്ര മേം ആയി റപ്പട്ട് കൽപ്പന കർക്കെ ലിഖേ. അപ്പോൾ എന്താണ്, ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട വാച്ച് മോഷണം പോയില്ലേ, അതുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം എന്ത് ചെയ്യാണ്, ഒരു പത്രവാർത്ത വരാണ് ചെയ്യുന്നത്. എന്താണ്, ഒരു പത്രവാർത്ത വരാണ്. ഓക്കെ, അപ്പൊ എന്താണ്, നമുക്ക് എന്ത് ചെയ്യാം, ഇത് തന്നെ ഹെഡിങ് ആയിട്ടൊക്കെ കൊടുക്കാം. എന്താണ്, ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട വാച്ച് നഷ്ടമായി, എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു സ്ഥാൻ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, വൈസ്രോയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഗാന്ധിജി, അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പാരഗ്രാഫിലുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉൾപ്പെടുത്താൻ പറ്റും കേട്ടോ. ഓക്കെ, അതായത് വരുന്ന സമയത്താണ് റെയിൽ ഗാഡിയിൽ വെച്ചിട്ടാണ് എന്താ ആ വാച്ച് മിസ്സായത്, അത് അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട വാച്ച് ആയിരുന്നു. ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു റപ്പട്ട് എഴുതി തീർക്കാം. അടുത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് എഴുതാം, ഗാന്ധിജിക്ക് പ്രിയ ഘടി ചോരി ചലി ഗയി, ഇസ് ഘടന പർ ഗാന്ധിജിക്ക് ഡയറി. അപ്പോൾ ആ ഡയറിയിൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെന്റൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. എന്താ, ആജ് മേരെ ലിയേ ദുഃഖി ദിൻ താന്ന് എഴുതാം. എന്നിട്ട് എന്താണ്, ഇന്ന് ഞാനിങ്ങനെ വൈസ്രോയുമായിട്ട് എന്താണ് കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി പോയി, ആ സമയത്ത് എന്താണ് ആ രഹാത്ത तो रास्ते में रेलगाड़ी में किसी ने मेरी വാച്ച് എന്താണ്, മേരി ഗഡി വാച്ചല്ല, വാച്ച് എന്തായിട്ടുണ്ട്, മോഷണം പോയിട്ടുണ്ട്. ഈ ഒരു സെന്റൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡയറിയിൽ എഴുതാൻ പറ്റും. അതാണ് പാരഗ്രാഫ് വായിക്കുക എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ഡയറി 4 മാർക്കിന്റെ ഡയറി എഴുതാം. അടുത്ത ചോദ്യം, ഗർ കഹാനി കാ യഹ് അംശവടെ. നമ്മുടെ ഗർ എന്ന് പറഞ്ഞ ഫർഹാദിന്റെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ് നമുക്ക് പാരഗ്രാഫിൽ തന്നിരിക്കുന്നത്, उनकी बात कर रही हो जो शरीर पर से एक तरह के कपड़े उतार कर दूसरी तरह के कपड़े पहनते रहते हैं, पर वो तो केवल रात में रहने के लिए यहाँ आते हैं, उसमें भी ज्यादातर समय सोए रहते हैं. ओके, അപ്പൊ ഫർഹാദിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് അല്ലേ, ഫർഹാദിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതായത് ഫർഹാദ് എന്താണ്, നിങ്ങൾക്കറിയാം ആ വീട്ടിൽ എല്ലാവർക്കും എന്താണ്, വളരെ എല്ലാവർക്കും വളരെ സ്വാതന്ത്ര്യം നിറഞ്ഞിട്ടുള്ള ഒരു വീടാണ് അല്ലെ. ആര് വേണമെങ്കിലും വരാൻ പോവാം, അതൊന്നും ആർക്ക് പ്രശ്നമില്ല, നമ്മുടെ ഫർഹാദിന് പ്രശ്നമില്ല. മൂപ്പര് വരുന്നു, എന്താണ്, കുറച്ച് സമയം മാത്രം അവിടെ ഉപയോഗിക്കുന്നു, കിടന്നുറങ്ങുന്നു, പോകുന്നു, അത് മാത്രമേ മൂപ്പര് അവിടെ ചെയ്യുന്നുള്ളൂ അല്ലെ. കേവൽ രാത് മേ രഹ്നെ കെ ലിയേ യഹാം ആതേ ഹേ, യഹാം വോ കോൻ ഹേ. അവരെന്താണ്, രാത്രി ഇവിടെ കിടന്നുറങ്ങാൻ മാത്രമാണ് വരുന്നത്. അത് ആരാണെന്നാണ് ചോദിക്കുന്നത് അല്ലെ. ശാന്തിറാം, ചിപ്കലി, ഫർഹാദ്, ഗിൽഹരി. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പം ആ രീതിയിൽ എന്ത് ചെയ്യാം, ഈ ഒരു പാരഗ്രാഫ് വായിച്ചാൽ നമുക്ക് തന്ന പാരഗ്രാഫ് വായിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, ഇസ് കഹാനി കെ ലിയേ ഗർ ശീർഷക് കഹാൻ തക് ഉചിത് ഹേ. ഈ ഒരു ചാപ്റ്ററിന് ഗർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹെഡിങ് എത്രത്തോളം യോജിച്ചതാണ്, അപ്ന വിചാർ ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര ആപ്റ്റ് അല്ലേ, കാരണം എന്താണ്, ഈ ലോകം തന്നെ, ഈ ഭൂമി തന്നെ വീടാണെന്നാണ് ഫർഹാദ് പറയുന്നത് അല്ലേ. അതായത് മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവികൾക്കുമുള്ള വീടാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ എന്താണ്, ഇത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എഴുതാൻ
പറ്റും. ഓക്കെ, അടുത്തത് संकेतों की सहायता से फरहाद की ചരിത്രഗത വിശേഷതയോं पर टिप्पणी लिखे. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റും നമ്മളെ ഫർഹാദിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എഴുതണം? പ്രഭാത് കി മഷൂർ, അതായത് ഇത് എഴുതിയത് പ്രഭാതാണ്. അപ്പോൾ ശ്രീ പ്രഭാത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യം തന്നെ നമുക്ക് ആ ഒരു എഴുതിയ ആളുടെ പേര് എഴുതാം. ഓക്കെ, ശ്രീ പ്രഭാത് കി മഷൂർ കഹാനി, എന്നിട്ട് കഹാനിയുടെ പേര് കേൾക്കുക. മുഖ്യ പാത്ര ഹെ ആരടാ? യെസ്, നമ്മുടെ ഫർഹാദ്. ആ രീതിയിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഗർമേ അകേല രഹ്നെ വാല, ശാന്ത് സ്വഭാവ് രഖ്നെ വാല, ബഹുത് അച്ഛാ ആദ്മി ഹെ നമുക്ക് എഴുതാം. സഹജീവിയോം സെ സഹിഷ്ണുത രഖ്നെ വാല, ആദ്മി നമുക്ക് പറയാം. ദിൻ മേ കിതാബ് പഠനെ വാല, നമുക്കത് പറയാം. സമാചാർ പത്രമേ കാം കർനെ വാല, ഓക്കെ, അവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് കൂട്ടിക്കൊഴിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. തുടക്കത്തിൽ നിങ്ങൾ എന്ത് ചെയ്താ? പ്രഭാത് കി മഷൂർ കഹാനി എന്താ ഗർക്ക് മുഖ്യ പാത്ര ഹെ ആര്? നമ്മുടെ ഫർഹാദ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? നമുക്കത് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ആ രീതിയിലാണ് നിങ്ങൾ അത് ആൻസർ ചെയ്യേണ്ടത്. ദെൻ അഗൈൻ അടുത്തത് ബഹുത് ദിനോं के बाद, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കവിതയാണ് അല്ലേ? അപ്പോൾ കവിതയുടെ ചെറിയ വരികൾ ഇവിടെ തന്നിട്ടുണ്ട്. എന്താ തന്നത്? ബഹുത് ദിനോं के बाद अब की मैंने जी भर देखी पक्की सुनहली फसलों की मुस्कान. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കവി എന്താണ്? ആ വിളഞ്ഞു നിൽക്കുന്ന സ്വർണ്ണ നിറമുള്ള ആ ഒരു വിളവുകളുടെ പുഞ്ചിരി കാണാണ്. ബഹുത് ദിനോं के बाद अब की मैं जी भर सुन पाया धान कुर्ती किशोरियां की कोकिल गंडी तान. അതുപോലെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ധാന്യം കുത്തുന്ന, ധാന്യങ്ങൾ ഇടിക്കുന്ന ആ ഒരു ബാലികമാരുടെ ആ ഒരു കുയിൽനാദം പോലുള്ള സൗണ്ട് ആര് മനസ്സ് നിറയെ കേട്ടു എന്ന് പറയുന്നത് കവി. ഇതാണ് നമുക്ക് തന്ന വരികൾ. ഇനി ആ വരിയുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കിക്കേടാം. ഒന്നാമത്തെ ചോദ്യം, ഈ ആശയവാലി പങ്ക്തിയാം കവിതാംശ സെ ചുൻകർ ലിഖെ. ഈ അർത്ഥം വരുന്ന കവിത നമുക്ക് ഇവിടെ ഒരു വരി തന്നിട്ടുണ്ട് അല്ലേ? ഈ വരിയുടെ അതേ അർത്ഥം വരുന്ന മറ്റൊരു വരി എവിടെ ഉണ്ടടാ? നമ്മുടെ കവിതയിലുണ്ട്. അപ്പൊ അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്ന വരി ഏതാടാ? കവി മേഹനത്തി ഗ്രാമീൺ ബാലികാओं കവി എന്താണ്? മേഹനത്തി, നല്ല അധ്വാനിക്കുന്ന, ഗ്രാമീൺ ബാലികാओं മധുരഗീത് സുൻപായ, ബാലികമാരുടെ മധുരഗീതം കേട്ടോ. നമുക്ക് കത്തിയിലെ ഏതാണ്? യെസ്, അബിക്ക് മേഞ്ചി സൂപ്പർ जी बर सुन पाയത് ദാൻ കൂർത്തി കിഷോരിയാങ്കി കോകിൽ ഗണ്ടി താൻ. ഓക്കെ, അപ്പൊ എന്താണ്? നമുക്ക് ആ ഒരു കാര്യം അങ്ങോട്ട് എഴുതി വെക്കാം. അപ്പൊ നമുക്ക് ആ ഒരു മീനിങ് തമ്മിൽ കണക്ട് ചെയ്ത് നോക്കുക. അതുപോലെ ഏതെങ്കിലും വേർഡ്സ് ഒക്കെ സെയിം ആയിട്ടുണ്ടാവും, അത് എന്ത് ചെയ്താൽ മതി? ആ രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്കിക്കേ, വാക്യ വിസ്താർ കര, അതായത് ഇതൊരു വാക്യ പിരമിഡിന്റെ വേറൊരു മോഡൽ അല്ലേ? അപ്പൊ നമുക്ക് മേനെ സുനാൻ തന്നിട്ടുണ്ട്, കിഷോരിയാങ്ക ബാലികമാരുടെ. ഓക്കെ, ബഹുദിനോं के बाद ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഗീത. ഓക്കെ, അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാം? മേനെ സുന, ഞാൻ കേട്ടു. എന്താ കേട്ടത്? നമുക്ക് എന്ത് കൊടുക്കാം? ഗീത. മേനെ ഗീത സുന നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് കൊടുക്കാം? മേനെ ഗീത സുന, ആരുടെ പാട്ട് നമുക്ക് കേട്ടു എന്ന് പറയാം? കിഷോരിയാം. കിഷോരിയാങ്ക ഗീത് അല്ലേ? സോറി കായാണ്, കിഷോരിയാങ്ക. ഓക്കെ, അപ്പം മേനെ സുന, മേനെ ഗീത് സുന, മേനെ കിഷോരിയാങ്ക ഗീത് സുന. അതുപോലെ എന്ത് കൊടുക്കാം? ബഹുദിനോं के बाद അല്ലേ? അടുത്ത നമുക്ക് എന്ത് കൊടുക്കാം? ബഹുത് ദിനോं के ബാദ്. ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിക്കേടാ, ബഹുദിനോं के बाद അവക്ക് മേൻ ജീബർ സുൻപായ. അപ്പൊ അതുപോലെ നമുക്ക് എന്ത് കൊടുക്കാം? നോക്കിക്കേ, ബഹുദിനോं के बाद മേനെ കിഷോരിയാങ്ക, അതുപോലെ ഗീത് സുൻപായ നമുക്ക് കൊടുക്കാം, സുന നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് കൊടുക്കേണ്ടത്? വാക്യ പിരമിഡ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെ തന്നിച്ചില്ലേ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതൊന്ന് മാറ്റി എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേടാ, ചട്പട്ട് ഓർ നട്ട്കട്ട് കഹാനി കാ യഹ് അംശ പഠേ. അപ്പൊ ഇവിടെ എന്താണ് നമ്മുടെ ചട്പട്ട്, നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ അല്ലേ? നോക്കിക്കേ, ചട്പട്ട് പരേശാൻ ഹോ ജാത്താ ഓർ ഘർ ലൗട്ട് കർ മാ സെ ശിക്കായത് കർത്താ ഹു. നമ്മുടെ ചട്പട്ടിന് വളരെ ബുദ്ധിമുട്ടാവണല്ലേ നട്ട്കട്ടിനെ കൊണ്ട്. വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാണ്? അമ്മയോട് പരാതി പറയാണ്. മാം ചോട്ടാ ബഹുത് പരേശാൻ കർത്താ ഹേ, ചോട്ടാ ഹേ നാ, മാം മുസ്കുരാ ദേത്തി ഓർ ബഡേ കോ തോ ചോട്ടാ കാ ധ്യാൻ രഖ്നാ ഹി പഡ്താ ഹേ. അപ്പൊ എന്താണ്? കുട്ടിയല്ലേ, നീയല്ലേ നോക്കേണ്ടത് എന്ന് ആര് പറയാണ്? യെസ്, നമ്മുടെ അമ്മ പറയാണ് അല്ലേ? അപ്പൊ ചോദ്യം നോക്കിക്കേ, സഹി വാക്യ ചുൻകർ ലിഖേ. അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ആൻസർ എഴുതണമെങ്കിൽ ഞാനൊരു ഗ്രാമർ വീഡിയോ നമ്മളെ ഈ ഒരു ചാനൽ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾ അതൊന്ന് കയറി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അടിപൊളിയായിട്ട് ഗ്രാമർ ഭാഗത്തുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. അടുത്ത നോക്കിക്കേ, ഉപയുക്ത പ്രസംഗ പർ മാം ഓര ചട്പട്ക്ക് ബാത്ചീത്. ഓക്കെ, അപ്പൊ അമ്മയും നമ്മുടെ ചട്പടും സന്ദർഭം ഏതാ നോക്കണം. ഏതാണ്? നട്ട്കട്ട് വളരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന്
അമ്മയോട് പറയാണ് അല്ലെ. അപ്പൊ അമ്മ പറയുന്ന കാര്യങ്ങൾ പകുതി കാര്യങ്ങൾ തന്നെ ഇതിലുണ്ട് അല്ലെ. എന്താണ് ഈ ചോട്ടയെ കൊണ്ട് എനിക്ക് പരേശം ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ബാധ്യത എഴുതാം. അടുത്തത് സ്കൂൾ കെ രാസ്തേ കാ അനുഭവം കാ ജിക്ർ കർത്തേ ഹുയേ മിത്ര കെ നാം ചട്പട്ട് കാ പത്ര. അപ്പൊ ഡെയിലി സ്കൂളിൽ പോകുമ്പോണ്ടാകുന്ന സംഭവങ്ങളും അന്നുണ്ടായ സംഭവം ഒക്കെ വെച്ചിട്ട് എന്താണ് ചട്പട്ട് എന്ന് പറയാണ്, ചട്പട്ടിന്റെ സുഹൃത്തിന് ലെറ്റർ എഴുതാണ് അല്ലെ. അപ്പൊ സ്ഥാൻ താരീഖ് കൊടുക്കുന്നു, പ്രിയ മിത്ര കൊടുക്കുന്നു, തും കെസേ ഹോ मैं यहाँ कुशल से हूँ एक बात बताने के लिए ये पत्र लिखता हूँ നമ്മൾ പറയുന്നു. എന്നിട്ട് പറയും എന്താ, സ്കൂളിലേക്ക് എന്താണ് ഞാനും അനിയനും എന്താണ് ഒരുമിച്ചാണല്ലേ, ഹമേഷ ഏക് സാത്ത് ആത്ത ജാത്ത ഹേ നമുക്ക് പറയാം, ഒരുമിച്ചാണ് പോകുന്നത്. അതുപോലെ നട്കട്ട് ബഹുത്ത് എന്താണ് ഭയങ്കര നട്കട്ടാണ്, ഭയങ്കര വികൃതിയാണെന്നൊക്കെ പറയാം. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ലെറ്റർ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അടുത്ത ചോദ്യം, ജബ് ഗാന്ധിജിക്ക് ഗഡി ചോരി ചലി ഗൈ. വീണ്ടും നമ്മുടെ ഗാന്ധിജിയുടെ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നോക്കിക്കോ. ഗാന്ധിജി अपनी धोती से अच्छी तरह बदन लपेटकर, അതായത് ഗാന്ധിജി തന്റെ ധോത്തി കൊണ്ട് തന്റെ ശരീരം ഇങ്ങനെ മൂടിയിട്ട് ഉസ് കമരെ മേം अपनी कुर्सी पर सिकुट सिमट कर बैठ गए. അപ്പൊ എന്താണ് ഇങ്ങനെ കൂനി കൂടിയിട്ട് എന്ത് ചെയ്യാണ്, ആ ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓർ പിന്നെന്താ പറയുന്നത്, കുൻ മുനാനയിലേക്ക് എന്തൊക്കെ ഇങ്ങനെ പിറുപിറുക്കുന്ന പോലെ കേട്ടോ. നോക്കിക്കേ, മൗണ്ട് ബാറ്റൺ ഉൻസെ ബഡി ബഡി രാജ്നീതിക്ക് ബാത്തേം കർ രഹേ തെ. അതായത് നമ്മുടെ വൈസ്രോയ് എന്താണ് രാജ്യവുമായി ബന്ധപ്പെട്ട പല പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർ ഗാന്ധിജി ബഡേ ആൻമനപ്പൻ സേ ഹാ ഹി ഹു കി ജാ രഹേ തെ. അതായത് ഒരിട്ടും ഇഷ്ടമല്ലാത്ത, അതായത് മൂപ്പര് ഓക്കെ അല്ലാത്ത പോലെ ആ ഈ എന്നൊക്കെ പറയാണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഉദാസി ശബ്ദ കാ സമാനാർത്ഥി ശബ്ദ ഗണ്ഡേ സെ ചുൻ കർ ലിഗേ. ഈ ഉദാസി എന്ന് പറഞ്ഞിട്ടുള്ള, ഉദാസി എന്ന് പറഞ്ഞ വാക്കിന് അതേ അർത്ഥം വരുന്ന മറ്റൊരു വേർഡ് നമ്മുടെ പദത്തിൽ ഏതാടാ, നമ്മുടെ പാഠത്തിൽ അൻമനപ്പനാണ് കേട്ടോ. ഓക്കെ, അതായത് ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാതെ വിഷമത്തോടു കൂടി ഒരു സുഖം ഇല്ലാത്ത പോലെ. അടുത്തത് കൊൻ മൊനാനയിലേക്ക് ഇസ്കാ മത്ലബ് പിറുപിറുക്ക. അതായത് അദ്ദേഹം ഇങ്ങനെ കൂനി കൂടി ഇങ്ങനെ തണുത്തിട്ട് ഇരിക്കുകയാണല്ലോ. അതായത് അദ്ദേഹത്തിന് എന്ത് ഇഷ്ടപ്പെട്ടില്ല, കൂളർ ഇട്ടതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ പല കാര്യങ്ങളും പറയില്ല. അതായത് എന്താണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതായത് അവർക്ക് മനസ്സിലാവും എന്ത് നമുക്ക് എന്തോ പറയാനുണ്ട്, നമുക്ക് എന്തോ നമ്മളോട് എന്തോ പറയാനുണ്ട്, എന്തോ കേൾക്കണം എന്നുള്ള കാര്യം മനസ്സിലാവും അല്ലേ. അത് തന്നെയാണ് അവിടെ പറയുന്നത്. അടുത്തത് നോക്കിക്കേ, पहचान कर लीजिए कि कौन सा क्रम सही है. അപ്പൊ ഇതെന്ത് ചെയ്യാം, സഹി മിലാൻ കരെ അത്രേ ഉള്ളൂ. മാച്ച് ദ ഫോളോയിങ് അത്രേ പറയുന്നുള്ളൂ. നോക്കിക്കേ, ബക്കറിക്ക് ദൂത് സേ ബനാ ദഹി അല്ലെ, ആട്ടുംപാല് കൊണ്ട് ഉണ്ടാക്കിയത് അല്ലെ. ദെൻ ശ്രീമതി മൗണ്ട് ബാറ്റൺ കോ ഗാന്ധിജി ഖേലി. അപ്പൊ നോക്കിക്കേ, ബക്കറിക്ക് ദൂത് സേ ബനാ ദഹി ആണ് എന്ത്, ആ ഒരു തൈര് വെണ്ണയാണ് എന്ത്, ഗാന്ധിജിക്ക് നാശ്ത. അപ്പൊ ഇത് ഇവിടെയാണ് വരിക കേട്ടോ. 1 2 3 1 2 3. അപ്പോൾ ഈ 1 2 ഇതാണ് വരാം. അടുത്തത് ശ്രീമതി മൗണ്ട് ബാറ്റൺ ആണ് എന്ത് ചെയ്തത്, ചായ് പാർട്ടിക്ക് ജിമ്മാത്ത. ചായ് പാർട്ടി അതായത് ഗാന്ധിജിയുമായിട്ടുള്ള ചായ് പാർട്ടിക്ക് എല്ലാം ഏറ്റെടുത്തത്. അടുത്തത് ഗാന്ധിജി കേലിയെ എന്താണ്, ഗാന്ധിജിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റൂം കൂളർ ചലാദിയ. അപ്പം ഇതിൽ ഏതാണ് വരിക നോക്കിക്കേ, ചാ ഥ അല്ലേ. അതുപോലെ നോക്കിക്കോ, ചായും ഥായും, അടുത്തത് ചായും ധായും, അടുത്തത് ജായും തായും അല്ലേ. അപ്പോൾ ഏതാ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അയ്യോ അതല്ലേ, ഇതാണ് കേട്ടോ ശരിയായിട്ടുള്ള ആൻസർ. അത് മാറിപ്പോയതാണ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഇത് എഴുതിയൊക്കെ തന്നെയാണ് സെയിം ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് കവിതാംശ പടം. ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട്, പുറത്തുനിന്നുള്ള ഒരു കവിതയാണ് അല്ലേ. നോക്കിക്കേ, ഹർ ഗർമേ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഹർ ഗർമേ ഹേ കൈ കൈ ഗർല. അതായത് എന്താണ്, ഈ വീടാകുന്നു, ഈ ലോകത്തിന്റെ വീടാണെന്ന് നമ്മുടെ ഫർഹാദ് പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ലേ. യെസ്. അപ്പൊ എന്താണ്, ഒരുപാട് വീടുകൾ ചേർന്നതാണ് അല്ലേ. നോക്കിക്കേ, ജിൻമേ ഇവിടെ ആരൊക്കെയുണ്ട്, കബൂത്തർ, ചിടിയം അല്ലെ, പ്രാവുകളുണ്ട്, പക്ഷികളുണ്ട്, ചിപ്കലയം പല്ലികളുണ്ട്, മച്ചർ, ചൂഹേ, ദെൻ ഗഡ്മൽ എന്നൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, മൂട്ടകള്, പല്ലികള്, അതുപോലെ എന്താണ്, യെസ് ഈച്ചകള്, അതുപോലെ കൊതുകുകൾ എല്ലാം ഉണ്ട് അല്ലെ. രഹത്തേഹം ഏക് ദൂസരേ സേ സ്വതന്ത്ര ഏക് ദൂസരേ സേ. നോക്കിക്കേ, ബേപർവാഹ്. നോക്കിയ ബേപർവാഹ് എന്ന് പറഞ്ഞാൽ എന്താ, ശ്രദ്ധിക്കാതെ, അതായത് അവർ സ്വതന്ത്രമായിട്ട് ആരെയും ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടക്കുകയാണ് അല്ലെ. വഹ് ഗർ നഹി ജിസ്മേ കൈ കൈ ഗർ നഹി. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു കവിതാ ഭാഗത്തിന്റെ ടിപ്പണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആരാണ് ഇത് എഴുതിയത്, വിഷ്ണു നാഗറാണ്. അപ്പൊ നമ്മൾ അതെങ്ങനെ എഴുതണം, हिंदी के प्रसिद्ध कवि विष्णु नागर के एक सुंदर कविता है इंदा हा घर में. then കവി कहते हैं कि കവി പറയാണ് എന്ത്, ഈ ലോകം എന്ന് പറയുന്നത് ഒരു വീടല്ലേ. അതായത് വീടിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിനെ കുറിച്ചാണ് അല്ലെ. ഈ ലോകം എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും ഉള്ള വീടാണ് അല്ലെ. അപ്പൊ എന്താണ്, അവിടെ ആരൊക്കെ താമസിക്കുന്നുണ്ട്, അവരൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ എന്താ, കബൂത്തർ, ചിടിയ, ചിപ്കലി, ആ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്കത് ആ ഒരു ആശയത്തിലേക്ക് നമുക്കത് എഴുതിയെടുക്കാൻ സാധിക്കും. ഓക്കെ,
അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിനൊക്കെ ആൻസർ എങ്ങനെ കറക്റ്റായിട്ട് എഴുതാന്നല്ലേ? കറക്റ്റായിട്ട് എഴുതാൻ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. യെസ്, ഇന്ന് കറക്റ്റ് 7:30 ഒരു അടിപൊളി ലൈവായിട്ട് മിസ് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആൻസർ പ്ലസ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള മുഴുവൻ ചോദ്യങ്ങളുടെയും ഉത്തരവുമായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാ മിസ് വരുന്നുണ്ട്. സോ കറക്റ്റ് 7:30 മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വരാം. അപ്പോൾ നമുക്ക് ലൈവിൽ വെച്ചിട്ട് കാണാം. ലൈവ് നമുക്ക് അടിപൊളിയാക്കാം, എക്സാം നമുക്ക് അടിപൊളിയായിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ലൈവിൽ വെച്ച് കാണാം.